നമസ്കാരം, ഞാൻ ദിനേശ് സുവർണിക. ഇന്ന് നമ്മൾ ചെണ്ടുമല്ലി കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ സംസാരിക്കുന്നത് കീട നിയന്ത്രണ മാർഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ജൈവ രീതിയിലും രാസരീതിയിലും കീടങ്ങളെ നിയന്ത്രിക്കാം, അതേപോലെ കീടങ്ങളെ കൊല്ലാം. ഇതിൽ നമുക്ക് ഈ ചെണ്ടുമല്ലി കൃഷി തുടങ്ങുമ്പോൾ വരുന്ന ഒരു പ്രശ്നം ഒന്ന് പൂപ്പലാണ്, ഫംഗസാണ്. അത് കുറച്ച് മഴ പെയ്തിട്ട് കടലപ്പിണ്ണാക്കോ ജൈവവളങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മഴ പെയ്തു വീണ്ടും പെട്ടെന്ന് മഴ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസിലേക്ക് വരും. എന്നാൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജൈവവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അത് നേർത്ത് പോകുന്നതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഫംഗസ് വരാറില്ല. എന്നാൽ തുടർച്ചയായി മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിലും ഫംഗസ് വരും. അപ്പോൾ ഈ ഫംഗൽ ബാധ ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വരമ്പ് പോലെയുള്ള കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇടുക. വരമ്പുകളുടെ ഇടച്ചാലുകൾ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുക, നന്നായി ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളത്. ഗ്രോ ബാഗിലോ മറ്റോ കൃഷി ചെയ്യുന്ന ആളുകൾ പച്ചിലകൾ ഒരു കാരണവശാലും ഗ്രോ ബാഗിലിട്ട്, കരിയിലകൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ അടിവശത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫംഗസിന് നമുക്ക് കുറയ്ക്കാം. പിന്നെ കടലപ്പിണ്ണാക്ക് പോലത്തെ ജൈവവളങ്ങൾ പുളിപ്പിച്ചൊഴിക്കുമ്പോൾ അത് വളരെ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാനുള്ള ശ്രമം നടത്തുക. കാരണം ഇലേൻ്റെ മേലെ തങ്ങി നിന്നാലോ തണ്ടിൻ്റെ മേലെ തങ്ങി നിന്നാലോ ഒക്കെ ഫംഗസ് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാണകം കമ്പോസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഫംഗസ് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഇനി സുഡോമോണസ് ട്രൈക്കോഡർമ ഒക്കെ ചേർത്ത ഒരുവിധം ഈ ഫംഗസുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് ഇടവിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടികളുടെ മുകളിലും തണ്ടിലും ഇലയിലും നിലത്തും ഒക്കെ ആവുന്ന തരത്തിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്ന് രാസരീതിയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ ബാവിസ്റ്റിന്, മാംഗോസെബ് M45, പിന്നെ പല കമ്പനി കോപ്പർ ഓക്സിക്ലോറൈഡ് പല സാധനങ്ങൾ പലതും ഉണ്ട്. അതിൽ പെട്ടതൊന്നാണ് സാഫ് എന്ന് പറയുന്ന മരുന്ന്. അതും നിങ്ങൾക്ക് നേർപ്പിച്ചിട്ട് ചെടികളുടെ ഇലയുടെ മേലെയും തണ്ടിലും നിലത്തും മണ്ണിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫംഗസിന് ചെയ്യാവുന്ന ഒരു കാര്യം. അടുത്ത ഒരു പ്രശ്നം തന്നെ ഇലതീനി പുഴുവാണ്. പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ശരി പുഴു രൂപത്തിൽ നീളമുള്ള പുഴുക്കളെ കാണാൻ പറ്റും. അതിന് നമുക്കിപ്പോൾ ഈ വലിയ തോട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിളികളൊക്കെ വരികയാണെങ്കിലേ, കിളികളൊക്കെ വല്ല തീറ്റയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കിളികൾ തീറ്റ എടുക്കാൻ വരുന്ന സമയത്ത് പുഴുക്കളെ കണ്ടാൽ കൊത്തി തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വലിയ പുഴുക്കളെയൊക്കെ കിളികൾ എടുക്കും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലകൾ ചുരുണ്ട് നിൽക്കുന്നത് കാണുകയാണെങ്കിൽ അതിൽ കൂടുകെട്ടിപ്പുഴു ഉണ്ട് എന്ന് കണ്ടാൽ അതിനെ ആ ഇലയോട് കൂടി പൊട്ടിക്കുക, ചവിട്ടി കൊല്ലുക. അല്ലെങ്കിൽ ഒരു പാത്രം, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു പാത്രത്തിൽ സോപ്പ് വെള്ളം ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ഈ പൊട്ടിച്ച ഇലകൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ പുഴുവിനെ കാണുകയാണെങ്കിൽ ഒന്ന് അത് ചെയ്യാം. രണ്ടാമത് വേപ്പെണ്ണ, സോപ്പ്, കഞ്ഞിവെള്ളം. ഇത് ഒരു കീടനാശിനി എന്നുള്ള പേരിലല്ല, റിപ്പല്ലൻ്റ് ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. കീടങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചാവുന്നില്ല. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പശയും ഈ വേപ്പെണ്ണയുടെ ഗന്ധമൊക്കെ കാരണം കൊണ്ട് കീടങ്ങൾ ചിലപ്പോൾ അകന്നു പോകും. അതുകൂടാതെ കഞ്ഞിവെള്ളത്തിൻ്റെ പശയിൽ ഒട്ടിപ്പിടിച്ച് ഒരുവിധം പെസ്റ്റൊക്കെ ചത്തുപോകാറുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ട് ശ്വാസം കിട്ടാതെ. അങ്ങനെ അപ്പോൾ ഈ കഞ്ഞിവെള്ളം, സോപ്പും വേപ്പെണ്ണയും അടിക്കുന്ന ആളുകൾ ഒരു ദിവസം അടിച്ചിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അടിച്ചിരിക്കില്ല. ഡെയിലി എന്നുള്ള പോലെ ഒരു സ്പ്രേയറിൽ ഇത് കലക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരം ചെയ്യാം, രാവിലെ മാത്രം ചെയ്യാം. സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ സാധനങ്ങളെ നമുക്ക് ഒട്ടിപ്പിടിച്ച് ചാവാം. വൈകുന്നേരം കഞ്ഞിവെള്ളം ചേർത്ത് വളങ്ങൾ ഈ മരുന്ന് അടിക്കാതിരിക്കുകയല്ല. കഞ്ഞിവെള്ളം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ ചെടിയുടെ ഇല എന്നത് വിട്ടുപോകാൻ സമയം എടുക്കുന്നത് കാരണം ചെടിയുടെ വളർച്ചയ്ക്ക് തന്നെ മാറ്റം വരുത്തും. അപ്പോൾ രാവിലെ സമയത്ത് അടിക്കാം, അല്ലെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം അങ്ങനെ അടിച്ചു കൊടുക്കാം. അത് റിപ്പല്ലൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് ചെറിയ ഈ തുള്ളിച്ചാടി നടക്കുന്ന പ്രാണികൾ, പാറി വന്ന് നടക്കുന്ന പ്രാണികൾ, അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ അടുത്തൊരു പ്രശ്നമുള്ളത് തവള അല്ലെങ്കിൽ പുൽച്ചാടി പോലത്തത് തണ്ട് വെട്ടിയിടുക എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെയുള്ളതിനും നമ്മൾ ഈ വേപ്പെണ്ണ പോലത്തെ സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ കുറച്ച് കട്ടി കൂട്ടിയിട്ട് വേപ്പെണ്ണയും കഞ്ഞിവെള്ളം കൂട്ടി അടിക്കുമ്പോൾ ആ കൊഴുപ്പും ആ സ്മെല്ലും ആയിട്ട് ഇത് വെട്ടാൻ വരുന്ന ജീവികളെ കുറയ്ക്കുക. ആ സമയം അത് വൈകുന്നേരമാണ് നല്ലത്. വൈകുന്നേരം ആകുമ്പോൾ ഇലയം അടിക്കാതെ തണ്ടിൻ്റെ ഭാഗത്തേക്കും നിലത്തേക്കും അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇതിന് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റു മാർഗം തന്നെ പുകയിടല. അപ്പോൾ തോട്ടത്തിൽ പല സ്ഥലത്തായിട്ട് പുകയിടാൻ പറ്റും. അതായത് ഒരു മൺചട്ടിയോ സിമെൻറ്റ് ചട്ടിയോ എടുത്തിട്ട് അതിൽ കുറച്ച് ചകിരിത്തുപ്പ് വെച്ച് കത്തിച്ചതിന് ശേഷം അത് കെടുത്തിയിട്ട് വാഴയുടെയോ അല്ലെങ്കിൽ മറ്റു മരങ്ങളുടെ പച്ച ഇലകൾ അതിൻ്റെ മേലെ കൂട്ടിയിട്ടാൽ വെള്ള കട്ടിയുള്ള പുക വരാൻ തുടങ്ങും. ആ പുക വരുമ്പോൾ ഈ പെസ്റ്റുകളൊക്കെ ആ വൈകുന്നേര സമയത്ത് ചെയ്യണം. ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് പെസ്റ്റുകളൊക്കെ ഒരുവിധം 2-3 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. തീ കത്തരുത് എന്നുള്ളൂ. അങ്ങനെ പുകയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മഞ്ഞ നീല സ്റ്റിക്കർ ഷീറ്റുകൾ. ഈ മഞ്ഞ നീല സ്റ്റിക്കർ ഷീറ്റുകൾ പിന്നെ വളം വെക്കുന്ന കടയിൽ കിട്ടും.
അത് വാങ്ങിയിട്ട് അത് 3 കഷ്ണങ്ങളാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സിംഗിൾ ആയിട്ടുള്ളതും കിട്ടും. അങ്ങനെ അതിന് 2 സൈഡും ഒരു ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കൊടി പോലെ ഒരു വടീൻ്റെ മേലെ അത് കെട്ടിയിട്ട് നമ്മളെ തോട്ടത്തിൽ ഇടയിൽ കെട്ടി കുത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്തെ പശയുള്ള കടലാസ് ചീന്തി കളയുക. അങ്ങനെ ചീന്തി കളയുമ്പോൾ ഈ പെസ്റ്റ് വന്നിട്ട് അതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കും. ഒരു ഭാഗത്ത് മാത്രം കളഞ്ഞാൽ മതി. അങ്ങനെ കുറേ പെസ്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തെ ഈ കടലാസിൻ്റെ ബാക്ക് സൈഡത്തെ ബട്ടർ പേപ്പറും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒട്ടിപ്പിടിച്ച് ഈ പെസ്റ്റുകളൊക്കെ ചാവും. അത് മഞ്ഞക്കെണി അല്ലെങ്കിൽ നീലക്കെണി എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഷീറ്റാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കും ചെയ്യാം കേട്ടോ, അപ്പോൾ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്. ഇനി ഈ മഞ്ഞക്കെണി തൂക്കിയതിൻ്റെ അടുത്ത് ഒരു ബൾബ് വൈകുന്നേരം സമയത്ത് തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ പെസ്റ്റ് അതിലേക്ക് ആകർഷിച്ച് ഇങ്ങനെ പാറി വരുമ്പോൾ മഞ്ഞ നീലക്കെണീൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതുമ്മ പശയിൽ ഒട്ടിപ്പിടിച്ച് ചാവും. ഒന്ന്. രണ്ടാമതൊരു ബൾബ് കെട്ടി തൂക്കിയിട്ട് വൈകുന്നേരം സമയത്ത് ഒരു ബൾബ് കെട്ടി തൂക്കിയിട്ട് ആ ബൾബിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ബേസിൻ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു സോപ്പ് ഇട്ട് വെച്ചാൽ ഈ ബൾബിൻ്റെ ചുറ്റും വൈകുന്നേരം വരുന്ന ഈ പെസ്റ്റുകൾ ഇതിനെ അട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് ഈ വെള്ളത്തിൽ കിടത്ത് ചാവും. ഇതൊക്കെ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. പിന്നെ ഒന്നുള്ളത് ഒച്ചാണ്. ഒച്ചിന് 2 രീതിയാണ്. ഒച്ചിന് ഇത് ഒഴിവാക്കാൻ നമ്മൾ ഉപ്പാണ് ചേർക്കുക. അപ്പോൾ ഉപ്പ് ചെടിക്കിട്ടാൽ ചെടി കേടുവരും. അപ്പോൾ നിങ്ങളിപ്പോൾ ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള ഇത് റിസൾട്ട് കിട്ടിയ കാരണം ഉപ്പ് വെള്ളത്തിൽ നനച്ച തുണി ഉപയോഗിച്ച് ചട്ടീൻ്റെ പുറംഭാഗം വക്ക് ഒക്കെ ഒന്നിങ്ങനെ തുടച്ചു വെക്കുക വൈകുന്നേര സമയത്ത്. മഴ ഇല്ലാത്ത സമയത്ത് കേട്ടോ, മഴയുള്ള സമയത്ത് പറ്റില്ല. നല്ല കട്ടിയിൽ ചെയ്യരുത് കേട്ടോ. ചുറ്റൊക്കെ ഒന്ന് തുടച്ചു വെച്ചെന്ന് വെച്ചാൽ ഈ ഒച്ചിങ്ങനെ കയറി വരുമ്പോൾ ഈ ഉപ്പിൻ്റെ ഇത് വരും, ഒരു അംശം അവിടെ വരുമ്പോൾ അത് ഉരുകി പോവുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവിടുന്ന് റിപ്പൽ ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. അതൊന്ന്. പിന്നെ വരമ്പുകളൊക്കെ ആണെങ്കിൽ മഴ ഇല്ലാത്ത സമയത്ത് മാത്രം വരമ്പിൻ്റെ ചുറ്റുഭാഗത്ത് ഉപ്പിൻ്റെ തരി ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ മഴ ഇല്ലെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വിപരീതം ഉണ്ടാവുക. ഒരിക്കലും വരമ്പിൽ ഉപ്പിട്ട് കൊടുക്കരുത്. ഉപ്പിട്ട ചെടി അതോടുകൂടി കരിഞ്ഞു പോകും, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിന് കിട്ടുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ പെസ്റ്റ് കൺട്രോൾ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ കിട്ടുന്ന പെല്ലറ്റുകൾ കിട്ടും, സ്നെയിൽ പെല്ലറ്റ്. ഒരു പാത്രത്തിൽ ഈ പെല്ലറ്റ് ഇടുക. അതിൽ വേണമെങ്കിൽ അതിന് തന്നെ വരും, അല്ലെങ്കിൽ 2 ക്യാബേജിൻ്റെ തൊലിയൊക്കെ കഷ്ണം മുറിച്ചതിലിട്ട് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്ത് അതിൽ വരും, അതിൽ കിടന്ന് ചാവും. അതിനെ നമ്മൾ എടുത്തിട്ട് എവിടെയെങ്കിലും കുടിച്ചിടുക. ഇതാണ് സ്നെയിലിൻ്റെ പെല്ലറ്റുകൾ കിട്ടും. ഇത് ചെയ്യുക. പിന്നെ ഏലക്കൊക്കെ ഉള്ള പൊടിക്ക് പിന്നെ വീടുകളിൽ സാധാരണ ആളുകളൊക്കെ വാങ്ങുന്ന ഒരു സാധനമാണ് ഉറുമ്പ് പൊടി ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഒരു വടീൻ്റെ മേലെ കെട്ടി നമ്മൾ മാസ്കും സേഫ്റ്റി പ്രൊട്ടക്ഷനും ഒക്കെ ഇടണം. അതിട്ടിട്ട് ഇലകളുടെ മേലെയും തണ്ടുമേക്കും ഒന്ന് തട്ടി കൊടുത്തിട്ട് വെച്ചാൽ കുറച്ചൊക്കെ പെസ്റ്റ് അങ്ങനെ പോകും. അതൊക്കെ മാരക കീടനാശിനികൾ തന്നെയാണ്. അല്ലാത്ത നിങ്ങൾക്ക് ഇതിന് പറ്റിയ, അതായത് ഇല തിന്നു പോകുന്ന പുഴുക്കൾ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, ഇതിനൊക്കെയുള്ള കീടനാശിനികൾ കൃഷിഭവനിൽ പോവുക, അവരോട് ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്ന പറയാം, ഏതെങ്കിലും ഒരു ഇത് എഴുതി മേടിക്കുക, ഏത് കീടനാശിനിയാണെന്ന് മേടിക്കുക. ഏറ്റവും കുറഞ്ഞ ഡോസ് ചെടികൾക്ക് അടിച്ചു കൊടുക്കുക. ഇത് ചെയ്യുക. അല്ലെങ്കിൽ വളം വിൽക്കുന്ന കടയിൽ പോയിട്ട് അവരോട് ഇതിൻ്റെ കാണിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ പെസ്റ്റുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഇനി മറ്റൊന്ന് വരുന്ന വാട്ടരോഗമാണ്. വാട്ടരോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് മെല്ലെ വാടി പോവുകയാണെങ്കിൽ അത് അടിയിൽ വേര് നാശമായിട്ടോ നിമാവിരകളോ ഇതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ചീച്ചിലോ പൂപ്പലോ കൊണ്ടൊക്കെ ആവാം. അതിന് നമ്മൾ നടുമ്പോൾ തന്നെ വേപ്പ് മണ്ണാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വരികയാണെങ്കിൽ അതൊന്ന് ഇങ്ങനത്തെ വേപ്പെണ്ണ അടിച്ചു കൊടുക്കാം, മണ്ണിലേക്ക് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേപ്പ് മണ്ണാക്കി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. കേടുള്ള ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് എല്ലാ വാടി നിൽക്കുന്ന ഇലകളൊക്കെ മുറിച്ച് പുറത്തിടരുത്, കത്തിച്ച് കളയുക. എന്നിട്ട് വീണ്ടും ഇതിന് വാട്ടമുണ്ടോ നോക്കുക, ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടാറുണ്ട്. ഇനി അല്ലാത്ത വാട്ടം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തണ്ടുതുരപ്പം പുഴു വന്നു കഴിഞ്ഞാൽ ചെടിയുടെ തണ്ടിൻ്റെ മഞ്ഞ കളറും എല്ലാം ആവാൻ തുടങ്ങും. ഉള്ളിലത്തെ മജ്ജ മുഴുവൻ തിന്ന് അത് നശിക്കും. അപ്പോഴും അറിയാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ചെടി അവിടുന്ന് പറിച്ചെടുത്ത് ആ സ്ഥലത്ത് നന്നായിട്ട് കുമ്മായം വാങ്ങി വെക്കുക. നമ്മൾ കുമ്മായം നന്നായി വെതറി ഇട്ട് ഇതിനെ ഈ പ്രാണികളെ കൊല്ലുക. അവിടെ വേറെ ചെടി വെക്കരുത്. അടുത്ത വാട്ടം എന്ന് പറഞ്ഞത് ദ്രുതവാട്ടമ്പോൾ പെട്ടെന്നുള്ള വിൽട്ടാണ്, പെട്ടെന്ന് വാടിപ്പോവാണ്. പെട്ടെന്നുള്ള വാടിപ്പോകുന്നതിന് അതിൻ്റെതായ പ്രിക്കോഷൻസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മരുന്നുകളുണ്ട്. അത് പെട്ടെന്ന് കാണുമ്പോൾ അസുഖമുള്ള ബാധിതമായ ചെടിക്ക് മാത്രം അടിക്കാതെ ബാക്കിയുള്ള എല്ലാ ചെടിക്കും അതേപോലെ ഒന്നിച്ച് അടിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ട എല്ലാ പ്രിക്കോഷൻ സാധനങ്ങളും മെഡിസിൻസും സാധനങ്ങളും ഒക്കെ കരുതി വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു പ്രാവശ്യത്തെ ചെണ്ടുമല്ലി കൃഷി ഉഷാറാകട്ടെ. അതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കോൺടാക്ട് ചെയ്യുക. താങ്ക്